ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ മാസം തുടങ്ങുകയാണ്. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി രാമായണ മാസം തുടങ്ങുകയാണ്. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ നേരുന്നു. ഒപ്പം കൃഷ്ണാരിമിത്രത്തിലെ രാമായണത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു രാമായണത്തിലെ ഭാഗത്തിന്റെ ഒരു അനുസ്മരണം എന്നാൽ കഴിയുന്ന വിധം എല്ലാ ദിവസവും അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പൊ നമ്മളുള്ളത് തൃപ്രയാറ് ശ്രീരാമക്ഷേത്രത്തിലാണ് കേട്ടോ. ശ്രീരാമനെ വണങ്ങിക്കൊണ്ട് തുടങ്ങാം നമുക്ക് ആ ഒരു കർക്കിടക മാസ ആചരണം. എന്തായാലും ഇന്ന് ശ്രീരാമസ്വാമിയെ കണ്ണ് നിറഞ്ഞ് കണ്ട് തൊഴുത് ഇറങ്ങിയതാണ് ഇപ്പോൾ. അപ്പോൾ രാമായണത്തിലെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ആരിൽ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം ഇതൊന്നും അറിയില്ല. എന്നാലും ശ്രീരാമസ്വാമിയോട് അനുവാദം വാങ്ങി, നമ്മുടെ ഗുരുവായൂരപ്പനോട് അനുവാദം വാങ്ങി തുടങ്ങുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു രാമ നാമജപത്തോടു കൂടിയോ അല്ലെങ്കിൽ രാമനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു തോട്ട് അതിലൂടെയോ നമുക്ക് തുടങ്ങാമെന്നാണ് വിചാരിക്കണേ കേട്ടോ. നമ്മൾ ഭക്തരെ അനുസ്മരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഭക്തനെ കുറിച്ച് തന്നെയാണ് അനുസ്മരിക്കേണ്ടത്. രാമനും ഏറ്റവും ഇഷ്ടമുണ്ടാവുക രാമന്റെ ഭക്തനെ കുറിച്ച് പറയുമ്പോൾ തന്നെയായിരിക്കും എന്നാ തോന്നുന്നത്. ഭഗവാന്റെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പൊ ശ്രീരാമസ്വാമിയുടെ ഏറ്റവും അടുത്ത ഭക്തൻ ആരാണെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ സാധിക്കും. ഹനുമാൻ സ്വാമി തന്നെയാണ്. ദാസ്യഭക്തിയുടെ പരമോദാഹരണമാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. ശ്രീരാമന്റെ ദാസനായി അറിയപ്പെടാനാണ് അദ്ദേഹത്തിന് എന്നും ഇഷ്ടം. എപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ട് ഇന്നും ചിരഞ്ജീവിയായി ഭവിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് നമസ്കാരം പറയുന്നു. അനേകം ഭക്തർ ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിലും അനേകം വാനരന്മാർ അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം സീതാന്വേഷണത്തിൽ സീതാദേവിയെ കണ്ടുമുട്ടും എന്ന നിയോഗം നൽകിയത് ഹനുമാൻ സ്വാമിക്ക് തന്നെയാണ്. അത്രയധികം ഭക്തി ഹനുമാൻ സ്വാമിയുടെ ഉള്ളിലല്ല, അത്രയും ഭക്തിയൊന്നും വേറെ ആരുടെ ഉള്ളിലും ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കാം അതിന് ഏറ്റവും വലിയ ഒരു കാര്യം. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഞാൻ ശ്രീരാമചന്ദ്രന്റെ അമ്പലത്തിലാണെന്ന് പറഞ്ഞല്ലോ, ഇവിടെ വെടിവഴിപാട് വലിയ പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ട് എല്ലാവരും. ഈ വെടിവഴിപാട് എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്നറിയോ? ഹനുമാൻ സ്വാമി സീതാദേവിയെ കണ്ടു എന്ന ആ ഒരു വാർത്ത ശ്രീരാമചന്ദ്രനിലേക്ക് എത്തിക്കുന്നതിന്റെ ആ ഒരു അടയാളമായിട്ടാണ് അത്ര ഇവിടെ വെടിവഴിപാട്. കണ്ടു സീതയെ എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടു എന്ന വാക്ക് ആദ്യം പറയാനുണ്ടായ കാരണം ശ്രീരാമചന്ദ്രന്റെ ഉള്ളിലെ ഇത്രത്തോളം ആ സീതാദേവിയെ അന്വേഷിക്കുമ്പോഴുള്ള ആദി അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ടാണ് സീതയെ എന്ന് ആദ്യം പറയാതെ തന്നെ കണ്ടു എന്ന് തന്നെ ആദ്യം പറയുന്നത്. അത്ര പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും മകുടോദാഹരണമാണ് ഹനുമാൻ സ്വാമി എന്ന് പലരും അനുസ്മരിച്ച് കേൾക്കാറുമുണ്ട്.